നിയമസഭയിൽ ഇന്ന് അസാധാരണമായ നീക്കങ്ങളാണ് ഭരണപ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇരുവിഭാഗങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ചില പരാമർശങ്ങൾ ആണ് വലിയ തോതിൽ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കും ഇന്നത്തേക്ക് സഭ നിർത്തിവെക്കേണ്ടതുമായ സാഹചര്യത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഇരുന്നില്ല. ആരാണ് പ്രതിപക്ഷ നേതാവ്, ഈ സഭയുടെ പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെയാണ്, എത്ര പ്രതിപക്ഷ നേതാക്കൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത് അപക്വമായ ഒരു ചോദ്യമായി പോയി എന്ന് VD സതീശൻ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ പരാമർശത്തെ മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്ന പരാമർശം മുഖ്യമന്ത്രി നടത്തുന്നു. മന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിന്റേതാണ് അപക്വമായ സമീപനം എന്ന് പറയുന്നു. അങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഇപ്പോഴും വാർത്താ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാക്കൾ മറുഭാഗത്ത്. ഈ ക്വസ്റ്റിന്റെ പ്രാധാന്യം പരിഗണിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന് പ്രത്യേക പരിഗണന നൽകി സംസാരിക്കാൻ സഭാചട്ടങ്ങളിൽ വകുപ്പില്ലല്ലോ. ആ വകുപ്പൂടെ തുറന്നു കിട്ടിയേക്കല്ലേ. എത്ര നന്നായി പ്രസംഗിക്കാൻ പറ്റും, നല്ല പ്രാസംഗികരല്ലേ അവരെല്ലാവരും. അതെല്ലാം പറയാമല്ലോ, ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം പറയാം, നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം, അതെല്ലാം വിശദീകരിക്കാം. ഞങ്ങൾ മറുപടി കൂടി പറയും. അത്ര മുൻ സ്പീക്കറോട് പറഞ്ഞു. യഥാർത്ഥത്തില് നിങ്ങൾ കണ്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്ക് കൊടുത്തു. അസാധാരണമാണ് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ തീരും. അങ്ങനെയാണ് സാധാരണ. അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു, അപ്പോഴും മൈക്ക് അനുവദിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇത് ഡിബേറ്റ് അല്ലല്ലോ, ഡിബേറ്റ് വരാനിരിക്കല്ലേ. വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു. ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത്? അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു. പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിന്റെ ആധികാരികത, ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴ്വഴക്കം, പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? പ്രതിപക്ഷ സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വെക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത്? അപ്പൊ കുഴൽനാടനോടാ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടി ചോദിച്ചത്. ആരാണ് പ്രതിപക്ഷ നേതാവ്? നിങ്ങളല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഒരിക്കലും വെല്ലിൽ ആള് വെക്കുമ്പോൾ മൈക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇവര് തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തു, സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല. അപ്പൊ അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്, അതിന് ഞങ്ങള് ഉത്തരവാദിയല്ല.